കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. അതിനിടയിലായിരുന്നു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി കേരളത്തിന് ആശ്വാസവിധി കൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അധികമായി 19,351 കോടി രൂപ കൂടി അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കേരളവും ചർച്ച നടത്താൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചർച്ച വിജയിച്ചില്ല. ചർച്ചയുടെ അന്തിമ തീരുമാനം കോടതിയിൽ അറിയിച്ച കേരളത്തിന് വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസവിധി എത്തിയിരിക്കുകയാണ്. വായ്പാ പരിധിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിന് ഒറ്റത്തവണ സാമ്പത്തിക രക്ഷാ പാക്കേജ് പരിഗണിക്കണം. പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്നും സുപ്രീം കോടതി ചോദിച്ചു. തീരുമാനം നാളെ അറിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 5,000 കോടി ഏപ്രിൽ 1 നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചു. കേരളത്തിന് എത്ര തുക നൽകാൻ കഴിയുമെന്നാലോചിച്ച് നാളെ കോടതിയെ അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് കൂടുതൽ ധനസഹായം ലഭിച്ചേ മതിയാകൂ എന്ന് കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. നേരത്തെ 13,600 കോടി രൂപ സഹായം നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. അതിൽ 8,000 കോടി രൂപ ഇതിനോടകം തന്നെ നൽകിയതായി കേന്ദ്രം അറിയിച്ചു. 4,500 കോടി രൂപ ഊർജ്ജ മന്ത്രാലയം കൂടി നൽകേണ്ടതുണ്ടെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. കടമെടുപ്പിനുമേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കണമെന്നാണ് ഹർജിയിലെ മുഖ്യ ആവശ്യം. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും വേണം. ഈ ആവശ്യവുമായി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചു. കേസ് പിൻവലിക്കാതെ അർഹമായ സഹായം പോലും നൽകില്ലെന്ന നിലപാട് കേന്ദ്രം കൈക്കൊണ്ടു. നിയമപ്രകാരം കേരളത്തിന് 11,731 കോടി രൂപ വായ്പ എടുക്കാം. ഇത് കടമെടുപ്പ് പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നു. നിലവിലെ ഹർജിക്ക് ഈ വായ്പാ തുകയുമായി ബന്ധമില്ല. 24,000 കോടി രൂപ വായ്പ എടുക്കാൻ അടിയന്തരമായി അനുവദിക്കണമെന്നതാണ് ഹർജിയിലെ ആവശ്യം. എന്നാൽ ഹർജി ചൂണ്ടിക്കാട്ടി ഇത് നിഷേധിക്കുകയാണ്. കേന്ദ്രത്തിന്റെ നിലപാട് ഇങ്ങനെ: ഈ സാമ്പത്തിക വർഷം 32,432 കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക. സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിനു മുൻപ് തന്നെ 34,230 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള വായ്പ കൂടി പരിഗണിച്ചാൽ കേരളത്തിന്റെ വായ്പാ പരിധി ഈ വർഷം 48,049 കോടി രൂപയാകും. കടമെടുപ്പ് പരിധി പ്രകാരമുള്ള 11,731 കോടി രൂപയ്ക്ക് പുറമെ 2,000 കോടി രൂപയടക്കം 13,608 കോടി രൂപ ഉടൻ നൽകാം. ഇതിനായി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണം. സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും ആശ്വാസകരമായ നടപടിയുണ്ടായതിനാൽ കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. 1 മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 15 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് കോടതിയിൽ നിന്ന് കേരളത്തിന് ആശ്വാസ നടപടി വീണ്ടും ഉണ്ടായിരിക്കുന്നത്.